ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? നോമ്പൊക്കെ എങ്ങനെ പോണ്? എല്ലാവർക്കും റാഹത്തായിട്ട് പോണുണ്ടാവുമെന്ന് വിചാരിക്ക്ണ്. അപ്പോൾ ഇന്നത്തെ ഒരു നോമ്പ് തുറൻ്റെ ഒരു വിഭവമാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. ഒന്നല്ല ഒരുപാട് റെസിപ്പികളുണ്ട്. എന്നാലും നല്ല ഹെൽത്തി ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു തുള്ളി ഓയിൽ നമ്മൾ ഇതിൻ്റെ മസാലയിലോ അല്ലെങ്കിൽ ഈ ഒരു ഇത് ഉണ്ടാക്കാനോ ഒന്നും തന്നെ നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നില്ല. ഓയിൽ മീൻസ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്നും ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കുന്ന ഒരു നോമ്പ് തുറൻ്റെ ഐറ്റംസാണ്. അപ്പോൾ കുറച്ച് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു പാർട്ടി വ്ളോഗാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുടിക്കാനും നല്ല അടിപൊളി ഒരു ഡ്രിങ്കും കൂടെ ഇന്ന് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഞാനിപ്പോൾ ദാ ആദ്യം തന്നെ പൊടി ഒന്ന് കുഴച്ച് വെക്കണം. അപ്പോൾ ഞാനൊരു 3 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. മൈദ ആണ് ഇതിനേറ്റവും ബെസ്റ്റ്. ഇനി പകരം ഗോതമ്പ് പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. ഒരു 2 ടീസ്പൂണാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കുന്നത് കേട്ടോ. നല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ 3 ടീസ്പൂണൊക്കെ വേണ്ടി വരും. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ. അതും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ചെറിയ ടീസ്പൂണാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ടൊന്ന് എല്ലാം എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത് കേട്ടോ. അൺസോൾട്ടഡ് ആയിരിക്കണം, കാരണം നമ്മൾ ഇതിൽ എക്സ്ട്രാ സോൾട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപ്പില്ലാത്ത ബട്ടർ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ വേണം കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഒന്ന് ഇതാക്കി റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഭയങ്കരമായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അതാ 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് ഉപ്പാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1 1/4 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി വേണ്ടത് പാലാണ് കേട്ടോ. 1 കപ്പ് പാൽ ഞാനിപ്പോൾ ഒഴിക്കുന്നുണ്ട്. ബാക്കി വെള്ളമാണ് ചേർക്കേണ്ടത്. എത്രയാണോ ഈ പൊടി കുഴയ്ക്കാൻ വേണ്ടി വരികയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിന് അങ്ങനെ ഒരു കറക്റ്റ് അളവ് പറയാൻ വേണ്ടി പറ്റില്ല. നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് കുഴയ്ക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെയാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. ഭയങ്കരമായിട്ട് ലൂസായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടോ ഒന്നും വേണ്ട. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ച് കൊണ്ടുവന്നാൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. ഞാനിവിടെ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി 1 മണിക്കൂർ അവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ എല്ലാ സ്നാക്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള നമ്മളെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദാ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ബട്ടർ മതി. അതും കൂടെ ചേർത്ത് കൊടുക്കുക. 1 2 ടേബിൾ സ്പൂൺ എടുക്കട്ടോ. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. അതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ്. അതെന്തിനാന്ന് വെച്ചാൽ ബട്ടറും ഈ ഒരു ഒലിവ് ഓയിലും കൂടെ വരുന്ന സമയത്ത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മാത്രം മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ അളവും മെഷർമെൻറ്റും ഒക്കെ മെഷർമെൻറ്റും ഇതിൻ്റെ സാധനത്തിൻ്റെ പേരും എല്ലാം ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ സ്ക്രീനിൽ തന്നെ. ഇനിയിപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഉള്ളിക്ക് വേണ്ടി ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടിട്ട് വഴറ്റൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ. ഇത്രയും മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ക്യാപ്സിക്കം ഞാൻ ചെറുതാക്കി മുറിച്ച് വെച്ചതാണ്. അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ, വലിയ സൈസുള്ള ടൊമാറ്റോ. രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കണം അരിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാടിട്ട് ഒന്നും വഴറ്റിയെടുക്കാൻ വേണ്ടി പോകണ്ട. ഒരു ഹാഫ് കുക്ക് ആയാൽ മതിയല്ലോ കേട്ടോ. ഉള്ളിയായാലും തക്കാളി ആയാലും ക്യാപ്സിക്കം ആയാലും ഒക്കെ ഒരു ഹാഫ് കുക്ക് ആയാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ ആ സെൻറ്ററിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഒരു മിനിറ്റോ 2 മിനിറ്റോ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചച്ചായൊക്കെ ഒന്ന് മാറി വന്നോളും. ഇപ്പോൾ അതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി വാടുന്നതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് മിക്സ് ചെയ്ത് കൊടുത്തത്. ഇനിയിപ്പോൾ അതാ ഒരു 1/4 കിലോ ചിക്കൻ്റെ ബ്രസ്റ്റ്, ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഇങ്ങനെ തന്നെ വാങ്ങിക്കുന്നതാണ് കേട്ടോ. അത് ചെറുതാക്കി മുറിച്ചതാണ്. ഒരു 1/4 കിലോ ഉണ്ട് ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ. അത് നന്നായിട്ടൊന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ചെറുതായിട്ട് മുറിക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ ഇങ്ങനെ ബോണില്ലാത്ത ചിക്കന് ഇങ്ങനെ ഇത്രയും ചെറുതാക്കി മുറിച്ച് കഴിഞ്ഞാൽ വേവാൻ വേണ്ടിയിട്ട് 2 3 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ അത് നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ചിക്കൻ ഇവിടെ റെഡിയായി വന്നോളും. ഇപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിണ്. അപ്പോൾ അതിൻ്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല വെള്ള കളറിലേക്ക് ചിക്കൻ ആയത് കണ്ടില്ലേ. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ചിക്കന് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിണ്. ഇത്രേ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ചിക്കന് വേണ്ടിയ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇഷ്ടമുള്ള ചേർക്കുക. എന്നിട്ട് അത് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ആ ഒരു മൈദപ്പൊടീൻ്റെ ഒരു പച്ച ചൊയയൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. 2 മിനിറ്റ് ടൈം നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വാട്ടിയെടുക്കുക ആ ഒരു പൊടി ഇട്ടതിന് ശേഷം. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പാല് ചേർത്ത ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാലും കൂടെ വരുന്ന സമയത്ത് ഇതൊരു കുഴമ്പ് രൂപത്തിലായിട്ട് വരും കേട്ടോ. കുഴമ്പ് വരുമെന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതിലാണ് ഉണ്ടാവുക ഈ ഒരു ഫില്ലിങ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചുകൊണ്ട് നിൽക്കുക. ആ ഒരു പാലും ഈ ഒരു മൈദപ്പൊടിയൊക്കെ ഒന്ന് കുക്കായിട്ട് വരണം. ഒരു 2 മിനിറ്റ് നേരം കൂടെ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കിയും കൊണ്ട് നിൽക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കയന്ന പെപ്പറാണ് ചേർക്കുന്നത്. അതിന് പകരം മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ കയന്ന പെപ്പറും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് പിന്നെ ഇവിടെ അധികം എരിവ് ആവശ്യമില്ല, അതുകൊണ്ടാണ് കുറച്ച് ഇട്ടത് കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് ചീസ്, ചെഡാർ ചീസാണ് ഞാനിവിടെ എടുത്തത്. അതൊരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഈ ഒരു ചെഡാർ ചീസ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ചൂട് കിടന്ന് അതങ്ങ് മെൽറ്റായിട്ട് വന്നോളൂ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അതങ്ങ് മെൽറ്റായിട്ട് വന്നോളൂ. നമുക്കിങ്ങനെ വലിഞ്ഞ് കളിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ചെഡാർ ചീസ് ഉപയോഗിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൊസറല്ല ചീസാണ് ഇങ്ങനെ വലിഞ്ഞ് കളിക്കാൻ വേണ്ടി നല്ലത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിപ്പോൾ റെഡിയാണ് കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള പൊടി ഇതാ 1 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ എടുക്കുകയാണ്. ഇതാ ഡബിൾ അല്ല, ട്രിപ്പിൾ ആയിട്ടുണ്ട്. നല്ല പൊങ്ങി നല്ല സെറ്റായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കിത് കുഴച്ചിട്ട് ഓരോ ടൈപ്പിലുള്ള സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഈ സെയിം ഫില്ലിങ്ങും ഈ സെയിം പൊടിയും വെച്ചിട്ട് ഞാൻ 4 തരം സ്നാക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ബാക്കി 2 തരം വേറെയാണ്, അതിൻ്റെ ഫില്ലിങ്ങൊക്കെ വേറെ ഉണ്ടാക്കണം. അപ്പോൾ 4 എണ്ണം ഈ ഒരു സെയിം സാധനം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായത് ഇതിൽ നിന്ന് വലിയ സൈസിലുള്ള ഒരു ഉരുള ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ വലിയ സൈസിൽ കേട്ടോ. കുറച്ച് വലുതാക്കി ഒരു ഉരുള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി ചെറുതായിട്ടൊന്ന് പൊടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. മൈദപ്പൊടിയോ ഗോതമ്പൊടിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മളെ സാധാരണ ഒരു ചപ്പാത്തിൻ്റെ ആ ഒരു തടിയിൽ മതി കേട്ടോ. ഒരുപാട് ഇട്ട് നൈസാക്കാനോ അല്ലെങ്കിൽ കുറച്ച് തടിയിലൊന്നും വേണ്ട. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് നമ്മൾ എത്ര തടിയിലാണോ ഉണ്ടാക്കൽ ആ ഒരു തടിയിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അതായത് നല്ല വലുതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തടി മതി കേട്ടോ. അപ്പോൾ അതാ ഇത്രയും സൈസിൽ ഞാൻ നന്നായിട്ട് പരത്തിയെടുത്തതാണിത്. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് ഒരു അളവിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു സൈസിലുള്ള ഒരു മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ടൈപ്പിലുള്ള മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നടു നമുക്ക് ആവശ്യമില്ല, അത് മുറിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് എടുക്കണ്ട, അത് അവിടെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മളെ ഫില്ലിംഗ് ആണിത്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ ഫില്ലിംഗ് നമ്മൾ ഇതിൻ്റെ ചുറ്റിലും വെച്ച് കൊടുക്കുക കേട്ടോ. ചുറ്റിലും വെക്കുന്ന സമയത്ത് നമുക്കിത് ഉള്ളോട്ടാക്കി കവർ ചെയ്യാനുള്ളതാണ്. അപ്പം പുറത്ത് കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം ഇതിങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനെക്കാട്ടിലും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഞാൻ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ആ മൂടിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഒട്ടിക്കാനുള്ള ചെറിയൊരു സ്ഥലം വേണം, പുറത്ത് ഒരുപാട് സ്ഥലം ബാക്കിയും വേണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടില്ല, മൂടിൻ്റെ അടുത്ത് നിന്ന് സൈഡ് വിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറം ഭാഗത്തൊന്ന് വെള്ളം തൊട്ട് ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ഒട്ടിക്കാനുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വെള്ളം തൊട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രഷ് കൊണ്ട് വെള്ളം ഒന്ന് എല്ലായിടത്തും തൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല സീലായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് തുറന്ന് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സീൽ ചെയ്യുന്നത്. അപ്പോൾ ദാ നമ്മൾ ഓരോ കത്തിയോ അല്ലെങ്കിൽ കട്ടറൊറ്റം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കുക കേട്ടോ. നീളത്തിൽ കംപ്ലീറ്റ് ഇത് ഫുള്ളാകുന്ന വരെ ഒന്ന് മുറിച്ച് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നടുവിൽ വെച്ചിട്ടുള്ള മൂടിയില്ലേ, അതങ്ങ് എടുക്കുക. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം എടുക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ആ കട്ട് ചെയ്ത ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ബാക്കിയുള്ള പൊടിയിലേക്ക് കൂട്ടി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൽ നമ്മൾ സ്ട്രിപ്സ് ആയിട്ട് മുറിച്ച് വെച്ച ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് ഒട്ടി വന്നോളൂ, അത് തുറന്നൊന്നും പോരൂല. അപ്പോൾ നമ്മൾ വെള്ളം കൂടെ തൊട്ടതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേഗം ഒട്ടും. അപ്പോൾ അതാ ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇതിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ ഓരോന്നോരോ ഒരായിട്ട് എടുത്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒറ്റയടിക്ക് നമ്മൾ ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു ഷേപ്പിൽ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനാണ് ഇങ്ങനെ മുറിച്ചെടുത്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനിത് ഒന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഉള്ളിലേക്ക് ഒട്ടിച്ച കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഉണ്ടാവും. അതിനെ ഒന്നും കൂടെ ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സെയിം മൂടി തന്നെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ആ ഒട്ടിച്ചതൊന്നും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സ്ട്രാ ഉള്ള ആ ചെറിയ പീസൊക്കെ ഇങ്ങോട്ട് എടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഒരു കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എക്സ്ട്രാ ആയിട്ട് മുറിച്ചെടുത്തതില്ലേ, അതും ഇങ്ങോട്ട് എടുക്കുക. മുറിയാത്തുണ്ടെങ്കിൽ ഒന്നും കൂടെ മൂടി വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ആ ഭാഗമൊക്കെ എടുക്കുക. അപ്പോൾ ഇത് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ഒന്നും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് കട്ട് ചെയ്താലും ഒന്നും കൂടെ ഭംഗിയാവും, നല്ല ഭംഗിയിൽ കിട്ടും. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ഒട്ടിച്ചതൊന്നും കാണുകയില്ല, ഇങ്ങനെ തന്നെ ആയിട്ട് കിട്ടും. ഇത് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാൻ ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മളിത് വെച്ച് കൊടുക്കുക.
അപ്പോൾ അത് വെക്കണ സമയത്ത് ഒന്ന് വലുതാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെ വലിച്ച് കഴിയുന്ന സമയത്ത് വലിയൊരു വട്ടത്തിലായിട്ട് വന്നോളൂ. കൈ കൊണ്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്ത ആ മാവ് തന്നെ ഇതിൻ്റെ ചെറിയ ഒരു പൂരിൻ്റെ സൈസിലുള്ള വലുപ്പത്തിലുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്നാക്ക് അവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത രണ്ടാമത്തതാണ് കാണിക്കുന്നത്. ഒരു പൂരിൻ്റെ സൈസിലാണ് എടുത്തത്. അതും ഇതേപോലെ തന്നെ കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക. പൂരിൻ്റെ അതേ സൈസ് തന്നെ മതി കേട്ടോ. പൂരിൻ്റെ അതേ കട്ടിയും അതേപോലെ തന്നെ അതേ വലുപ്പത്തിലും ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പൂരിൻ്റെ സൈസിലേക്ക് ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ആ സെയിം മസാല വെച്ചിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ആ സെയിം ഫില്ലിങ് തന്നെയാണ്. അപ്പോൾ അതാ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തു. ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെക്കണം കേട്ടോ. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമില്ലേ, ഒട്ടിക്കുന്ന ഭാഗം ഒന്നും കൂടെ ഞാനൊന്ന് വെള്ളം തൊട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനങ്ങനെ രണ്ടായിട്ട് ആദ്യം പകുതി വരെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. നേർപകുതിയായിട്ടൊന്ന് മടക്കിയെടുക്കുക. പകുതി വരെ മടക്കിയാൽ മതി കേട്ടോ. പകുതി വരെ മടക്കിയതിന് ശേഷം ഇനി താഴത്തെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് മടക്കിയെടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു 2 രീതിയിലാണ് മടക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ നന്നായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം തുറന്നു പോരരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് സീലായി എന്നുള്ളത് ഉറപ്പിക്കണം. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്നാക്ക് എന്ന് പറയുന്നത്. ഇതിനൊന്നും പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ മൂന്നാമത്തതാണ്. സെയിം നമ്മൾ പൂരിൻ്റെ വലുപ്പത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ നേരത്തെ പരത്തിയ പോലെ തന്നെ കേട്ടോ. നമ്മൾ ആ ഒരു പൂരിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ അതാ പൂരിൻ്റെ സൈസിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നടുവിലായിട്ട് നമ്മൾ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കണം. സെൻറ്ററിലായിട്ട് ഇതാ ഞാനിപ്പോൾ നല്ലോണം കുറച്ച് കട്ടിയിൽ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ അതാ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് തൊട്ടാലും മതി കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം ഇതിന് നേരെ ഹാഫായിട്ട് അട പോലെ, അടൻ്റെ ഷേപ്പ് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, അട പോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് ആദ്യം ഒട്ടിച്ചെടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനൊന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് പിരിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ചെറുതായിട്ടൊന്ന് പിരിയിട്ട് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനൊന്ന് പിരിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പിരിയിടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കട്ടർ ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഒട്ടിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കട്ടർ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താലും മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പിരിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മൂന്നാമത്തെ സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ മൂന്നാമത്തെ ടൈപ്പ്. അപ്പോൾ അതും ഇവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് നാലാമത്തത്. കുറച്ച് വലിയ ഉരുളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ സൈസിലുള്ള ഉരുളാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇത് നമ്മൾ നേരത്തെ പൂരി ചെയ്ത പോലെയല്ല, കുറച്ച് വലിയ, അത്യാവശ്യം നമ്മൾ ആദ്യം എടുത്ത ആ ഒരു മാവിൻ്റെ അതേ സൈസ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയില്ലേ, ഫുള്ളായിട്ട് റൗണ്ടിൽ നമ്മൾ കവർ ചെയ്തെടുത്തത്, അതുപോലത്തെ ആ സൈസിലുള്ള ഉരുളാണ് എടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു ചപ്പാത്തിൻ്റെ തടി തന്നെയാണ് പരത്തിയെടുത്തത്. എന്നിട്ട് ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പം ബാക്കിയുള്ള ഫില്ലിംഗ് ഇല്ലേ, അത് മുഴുവനായിട്ട് ഇതിൻ്റെ നടുവിലങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഫില്ലിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് പരത്തിയെടുക്കുക. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചിക്കൻ ക്രോസൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ക്രോസൻറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. അതുപോലെ ആ ഷേപ്പിലല്ല വരിക, എന്നാലും അങ്ങനെ പരത്തിയെടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒരു നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് ഫില്ലിങ് വെച്ചിട്ട് ഭയങ്കര കട്ടിയിലാക്കരുത്. അപ്പോൾ നമുക്കിത് റോൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നൈസായിട്ട് പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറ്റത്തുനിന്ന് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അത് ഫുള്ളായിട്ട് നല്ല ടൈറ്റായിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ റോൾ ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് ലാസ്റ്റ് എൻഡിൽ എത്തുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് കൊടുക്കുക കേട്ടോ. അവിടെ ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം തൊട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഭാഗം വെള്ളം തൊട്ട് കൊടുത്താൽ അതവിടെ സീലായിട്ട് അവിടെ നിന്നോളൂ. ഇനിയിപ്പോൾ അതൊന്നും കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റ് വരുന്ന ഈ എൻഡില്ലേ, അവിടെയും കുറച്ച് വെള്ളം തൊട്ടിട്ട് അതങ്ങ് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഞാൻ രണ്ട് ഭാഗവും കുറച്ച് വെള്ളം തൊട്ടിട്ട് അവിടെ അങ്ങ് ഒട്ടിച്ച് കളയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഉള്ളിൽ തന്നെ ആയിട്ടുണ്ട്. ഇതിന് ഞാൻ ഉണ്ടാക്കുന്നത് പിൻവീലാണ് കേട്ടോ. പിൻവീൽ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയുന്ന സ്നാക്ക് ആയിരിക്കുമല്ലോ, അതിൻ്റെ വേറൊരു ടൈപ്പിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഉറ്റാനൊക്കെ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ. ഇതാണ് പിൻവീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളിൽ നമ്മൾ ഫില്ലിങ്ങും കാണും, അതേപോലെ തന്നെ ആ ഒരു പൊടിയും കാണും. ഇങ്ങനെയാണ് പിൻവീൽ ഉണ്ടാക്കുക. ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും മുറിച്ചെടുക്കുക. അപ്പോൾ കത്തി ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് നമുക്ക് നൂല് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നൂല് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോന്നും ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക.
എന്നിട്ട് ഇത് ബേക്ക് ചെയ്യാനുള്ള ഇതേപോലെ ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഓരോന്നും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബേക്കിംഗ് ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആണ് മുറിച്ചെടുത്തിട്ടുണ്ട്. ആ ഉണ്ടാക്കിയ കംപ്ലീറ്റ് ആണിത് കേട്ടോ. അപ്പോൾ അതും അവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളെ 4 സ്നാക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടിയത് ഒരു മുട്ടൻ്റെ ഉണ്ണി മാത്രമാണ് കേട്ടോ. ഉണ്ണി മാത്രം എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിൻവീലിൻ്റെ മേലെ നമ്മൾ തേക്കേണ്ടിയില്ല. ബാക്കി എല്ലാത്തിൻ്റെ മേലെ ഇതേപോലെ തേച്ച് കൊടുക്കുക. നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുട്ടൻ്റെ ഉണ്ണി മാത്രം എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ പകരം പാലെടുക്കുക, അല്ലെങ്കിൽ വെള്ളമായാലും മതിയിട്ട് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ക്രീം ഉപയോഗിക്കുക, ഇഷ്ടമുള്ള എടുക്കട്ടെ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു മുട്ടൻ്റെ ഉണ്ണിയാണ് എടുത്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനിവിടെ മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ മേലെ ഇതാ ഞാൻ നന്നായിട്ട് മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്തതാണിത്. പിൻവീലിൻ്റെ മേലെ മാത്രം ഞാൻ തേച്ചിട്ടില്ല, ബാക്കിയെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ള കളറിലുള്ള എള്ളാണ്. ഒന്നിൻ്റെ മേലെ ഫസ്റ്റ് ഉണ്ടാക്കിയ സ്നാക്കിൻ്റെ മേലെ ഞാൻ വെള്ള കളറിലുള്ള എള്ള് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് എള്ളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്കും കടിക്കുന്ന സമയത്ത് ടേസ്റ്റുമാണ്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് കരിഞ്ജീരകമാണ് ഇട്ടത്. അപ്പോൾ ഒരു ടൈപ്പ് നമ്മൾ ഈ ട്രയാങ്കിളായിട്ട് ഉണ്ടാക്കിയ സ്നാക്കിൻ്റെ മേലെ ഞാൻ കരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കരിഞ്ജീരകവും ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. എള്ളായാലും കരിഞ്ജീരകമായാലും ഒക്കെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു അടൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയതിൻ്റെ മേലെ ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബേക്ക് ചെയ്യാണ് ചെയ്യുക കേട്ടോ. എല്ലാം ബേക്ക് ചെയ്തെടുക്കണം. 210 ഡിഗ്രിയിൽ ഞാൻ 30 മിനിറ്റാണ് ബേക്ക് ചെയ്യണത്. അല്ലെങ്കിൽ ചെമ്പിൽ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് അടുത്ത സ്നാക്ക് ഞാൻ പറഞ്ഞല്ലോ, 5-മത്തോ 6-മത്തോ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ 5-മത്തെ സ്നാക്കിനുള്ള ഫില്ലിംഗ് ആണ് കാണിക്കുന്നത്. ഒരു 150 ഗ്രാം ചിക്കൻ്റെ എല്ലില്ലാത്ത ചിക്കൻ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര്, അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കയന പെപ്പറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടോ, ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു തൈരുണ്ടല്ലോ, പിന്നെ നമുക്ക് ചെറുനാരങ്ങൻ്റെ നീര് വേറെ ആവശ്യമില്ല, തൈര് മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം പോലെ ആയി പോകരുത്, അതുകൊണ്ടാണ് ചെറുനാരങ്ങൻ്റെ നീര് ചേർക്കാത്തത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീ കത്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടറാണ് ചേർക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ വാങ്ങുന്ന സമയത്ത് ഒന്ന് അതിൻ്റെ ഇടയിൽ പറയട്ടെ, നല്ല ക്വാളിറ്റി ബട്ടർ നോക്കിയിട്ട് വാങ്ങിക്കണം കേട്ടോ. ഇപ്പോൾ അനലോഗ് എന്ന് പറഞ്ഞിട്ട് ബട്ടർ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ബട്ടർ വാങ്ങിക്കുമ്പോൾ ഒക്കെ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബട്ടറായാലും ചീസായാലും അതേപോലെ തന്നെ ക്രീമായാലും ഒക്കെ തന്നെ. അനലോഗ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ഫാറ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ഒരു അനലോഗ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ് വേണ്ടത്. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഫ്രഷ് മിൽക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനത്തിന് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അനലോഗിന് ചീപ്പായിട്ട് വാങ്ങാൻ വേണ്ടി കിട്ടും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല കറക്റ്റ് പാകത്തിലായി കേട്ടോ. അല്ലാണ്ട് അങ്ങ് കരിഞ്ഞു പോകരുത്. ഈ ഒരു പാകത്തിൽ വേവിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് ഞാൻ ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഉള്ളിയാണ് ഇട്ടത്. ഒരു വലിയ സൈസുള്ള ഒരു ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് വാട്ടിക്കോളൂ കേട്ടോ. അല്ലാണ്ട് ഇത് വേറെ സെപ്പറേറ്റ് വാട്ടൊന്നും വേണ്ട. നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇലകളാണ് കേട്ടോ. അതൊരു ലീഫി സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇലയെന്ന് വെച്ചാൽ അതെടുക്കുക. ഞാനിവിടെ മുത്തപ്പക്കിലൊക്കെ ഇടുന്ന ഇലയാണ് എടുത്തത്. ഇവിടെ ഇത് ഗൾഫിൽ മാത്രം കിട്ടുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ മിഡിൽ ഈസ്റ്റിൽ മാത്രം കിട്ടുന്നതാണ്. അപ്പം ഞാൻ ആ ഇലയാണ് എടുത്തത്. നിങ്ങൾക്ക് ഒന്നുകിൽ മുരിങ്ങേൻ്റെ ഇല എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടൈപ്പിലുള്ള ചീര ഇലകൾ എടുക്കുക. ഇനി അതുമില്ലെങ്കിൽ പിന്നെ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ എടുത്താലും മതി കേട്ടോ. ഏതെങ്കിലും ഒരു ടൈപ്പിലുള്ള ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇലകൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നേരം അതൊന്ന് കവർ ചെയ്ത് വെക്കുക. കവർ ചെയ്യണമെന്നില്ല, ഒന്ന് ഇങ്ങനെ പറ്റിച്ച് വെച്ചാൽ മതി. ഒരു മിനിറ്റ് കൊണ്ടൊന്ന് വാടി വന്നോളൂ. അത്രേ വേവുള്ളൂ. ഇപ്പോൾ അതൊരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇലയൊക്കെ നന്നായിട്ട് വാടി വന്നു കേട്ടോ. ഇത്രയും മതി. ഈ ഇല ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദിൽ ലീവ്സ് ആണ് ഇടുന്നത്. അപ്പം ദിൽ ലീവ്സ് ഇനി കിട്ടാത്തവരാണെങ്കിൽ പകരം പാസ്ലിയോ അല്ലെങ്കിൽ മല്ലിച്ചപ്പിൻ്റെ ഇല ഏതെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഞാനതും കൂടെ ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാനെപ്പോഴും പറയലുണ്ടല്ലോ, നമ്മൾ മല്ലിച്ചപ്പൊക്കെ ഇടുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ടിടലാണ് ഏറ്റവും നല്ലതെന്നുള്ളത്. അതാണ് കുറച്ചും കൂടെ ഫ്ലേവർഫുൾ ആയിട്ട് വരിക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മളെ ഫില്ലിംഗ് അവിടെ മാറ്റിയൊക്കെ നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇനിയിപ്പോൾ അടുത്ത സ്നാക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇനിയിപ്പോൾ അടുത്ത സ്നാക്ക് ഞാൻ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് ഒഴിവാക്കണം കേട്ടോ. അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് മുറിച്ച് കളയല്ല, അത് വെച്ചിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇതിൻ്റെ അടുത്ത് ആരോ ഒന്ന് ബ്രെഡ് ക്രംസ്, റോസ്റ്റഡ് ബ്രെഡ് ക്രംസ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ നോമ്പിനും അതിൻ്റെ മുന്നത്തെ വീഡിയോനൊക്കെ ഒരുപാട് ചെയ്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത് ഉൾപ്പെടുത്താണ്ടുന്നത്. പിന്നെ എഡ്ജില്ല, നമ്മൾ മുറിച്ച് കളയുന്ന ഈ എഡ്ജ്, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഒരു പാക്കറ്റ് ഫുള്ള് ബ്രെഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ കൂടി മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കുക. എന്നിട്ട് ഫ്രൈ പാനിൽ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഒരു മണൽത്തരിൻ്റെ പാകം ആകുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതാണ് ഡ്രൈഡ് ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഓരോ ഇത് കൊടുക്കുക, ബ്രെഡ് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ബ്രെഡ് എപ്പോഴും ഫ്രഷ് ആയിരിക്കണം. അന്നത്തെ ഡേറ്റിൽ ഉണ്ടാക്കിയ ബ്രെഡ് ആയിരിക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ കപ്പ് കേക്കിൻ്റെ മോൾഡിലാണ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് മതി കേട്ടോ. അങ്ങനെ ബ്രഷ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല.
നല്ലൊരു ഷേപ്പിൽ പെട്ടെന്ന് എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ പരത്തിയെടുത്ത ഓരോ ബ്രെഡും ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ആ ഒരു കപ്പ് കേക്കിൻ്റെ ആ ഒരു മോൾഡിലേക്ക് ഓരോ ബ്രെഡും വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്ത ബ്രെഡ് കൊടുക്കുക, അതേപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന ബ്രെഡ് ഇങ്ങനെ ചിലത് അധികം നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടൂല. 2 ദിവസം മുന്നുള്ള ഡേറ്റിലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അന്നത്തെ ഡേറ്റിലുള്ള ബേക്കറിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ഡേറ്റിലുള്ളത് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ബ്രെഡാണ് ഇങ്ങനത്തെ സ്നാക്സിന് ഏറ്റവും നല്ലത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി നമ്മൾ മുറിച്ചെടുത്തെല്ലാം കൂടെ ഞാൻ ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, ഞാനത് ഇങ്ങനെ മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഈ വെച്ച ഇതില്ല ബ്രെഡ്, അതിലേക്ക് നമ്മൾ തണുത്തിട്ടുണ്ട് ഈ ഒരു ഫില്ലിങ്, ഈ ഇലൻ്റെ ഫില്ലിങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇലയും ചിക്കനും ആണ് ഇത് കേട്ടോ. അപ്പോൾ അത് ഓരോ ടേബിൾ സ്പൂണൊക്കെ മതിയാവും ഒന്നിലേക്ക്. ഒന്ന് ഒരുപാട് ഇട്ട് നിറയ്ക്കാൻ പോകണ്ട, അപ്പോൾ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടൂല. അപ്പോൾ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. 1-1.5 ടേബിൾ സ്പൂൺ മാക്സിമം ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ഈ ഒരു കപ്പിലേക്കും ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയ മസാല ഈ ഒരു ഇത്രയും ബ്രെഡിന് കറക്റ്റായിട്ടാണ് വന്നത് കേട്ടോ. ഒരു തുള്ളി പോലും ബാക്കിയില്ല, കറക്റ്റായിട്ടാണ് വെച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ബ്രെഡിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത് ഈ സ്ലൈസ് ചീസ്. ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന സാധനമാണ്. ഇങ്ങനെ നമ്മൾ ബർഗറിനും അതേപോലെ തന്നെ സാൻഡ്വിച്ചിനൊക്കെ ഉപയോഗിക്കുന്ന സാധാ സ്ലൈസ് ചീസാണിത്, ചെഡാർ ചീസ് തന്നെ. അതിൻ്റെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് മൊസറല്ല ചീസ് വെക്കണമെങ്കിൽ അതും വെക്കട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ എല്ലാവർക്കും ഈസി അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അത് മൊത്തം ഞാൻ ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ പിസ്സയിലൊക്കെ ഇടുന്ന ഒറിഗാനോ ആണിത്. ഒറിഗാനോ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി. ഓവറായാൽ ഇതിൻ്റെ ഫ്ലേവർ അധികമായാൽ ചിലർക്ക് തിന്നാൻ വേണ്ടി പറ്റൂല, അതുകൊണ്ടാണ് കുറച്ച് മതി എന്ന് പറയുന്നത്. ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇതൊരു 200 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ഞാനിതിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത വേറെ സ്നാക്ക് കാണിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ 6ാമത്തെ സ്നാക്കാണ്, ലാസ്റ്റ് സ്നാക്കാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരത്തെ കുഴച്ച സെയിം മാവ് തന്നെയാണിത്. അതിൽ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഇതേപോലെ തന്നെ നമ്മൾ പൂരിൻ്റെ വലുപ്പത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിന് വേറെ ഫില്ലിംഗ് ആണ് കേട്ടോ, ആ സെയിം ഫില്ലിംഗ് അല്ല. ബാക്കി എല്ലാ ഫില്ലിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊരു ഒരു പൂരി പോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെഡാർ ചീസ്, നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചില്ല, നമ്മൾ സ്ലൈസ് ചെയ്ത് സ്ലൈസ് അല്ല, നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെഡാർ ചീസ്, അതിനൊന്ന് അറ്റത്ത് മാത്രമാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. സൈഡിലായിട്ട് നന്നായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരേ ഷേപ്പിലാക്കി വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഒരേ ഷേപ്പിൽ വട്ടത്തിലാക്കിയിട്ട് അറ്റത്ത് മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലൊക്കെ ചെറുതായിട്ടൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെള്ളം തൊട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടിക്കാനുള്ളതാണ്. അപ്പം അതിന് സെൻട്രലായിട്ട് കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് ഒട്ടിക്കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ അറ്റത്തുനിന്ന് ഓരോന്നും ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഇതിനൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പം ഉള്ളിൽ നമ്മൾ വെള്ളം തൊട്ട് കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കിട്ടിക്കോളും. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ഉള്ളോട്ടേക്ക് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ചീസ് അതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ കംപ്ലീറ്റ് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. കവർ ചെയ്ത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതും നമ്മൾ ചെഡാർ ചീസ് ഉപയോഗിച്ചതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസ് വേണമെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. ഏത് ചീസായാലും കുഴപ്പമില്ല. ഇതൊരു ചീസി ഫ്ലേവറാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളിലിങ്ങനെ ഇത് വരുന്ന സമയത്ത് ഒരു ക്രിസ്റ്റായിട്ട് വരും. ഇനി ഇത് നന്നായിട്ട് ഉൾഭാഗം മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉള്ളിലത്തെ ഭാഗം മാത്രം കൈവച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. ഇതൊരു പാത്രം പോലെ ആക്കിയെടുക്കുക. നമ്മൾ ആ ഒരു ഇത് ചീസ് വെച്ച ഭാഗം പുറത്തേക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഉരുള പോലെ അങ്ങനെ വരുന്ന രീതിയിൽ ഒരു പാത്രം പോലെ ആക്കിയെടുക്കുക. സെൻറ്റർ മൊത്തം നന്നായിട്ട് കൈവച്ചിട്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതൊരു പാത്രം പോലെ ആയിട്ട് വരും. ഇതിപ്പോൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സോസാണ് വയ്ക്കുന്നത്. ഞാനിവിടെ എടുത്തത് ബാർബിക്യൂ സോസാണ്. ഇതെന്ന് വെച്ചാൽ സ്മോക്കി ബാർബിക്യൂ സോസാണ്. ഇതിന് നല്ല സ്മെല്ലും അതേപോലെ തന്നെ നമ്മളൊരു എന്താ പറയുക, ഇമിലി ചട്നിയൊക്കെ അല്ലേ, നമ്മളെ പുള്ളിൻ്റെ ചട്നി, അതുപോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിന്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ, ഇത് കിട്ടാത്തവരാണെങ്കിൽ പകരം നമ്മളെ കെച്ചപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഫില്ലിംഗ് ആയിട്ട് എടുക്കുന്നത് ചിക്കൻ മോർട്ടഡലാണ്. അത് വിത്ത് ചില്ലി ഉള്ളതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ മോർട്ടഡല എന്ന് പറയുന്ന സോസേജൊക്കെ പോലെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. സ്മോക്കി ആയിട്ടുള്ള മോർട്ടഡലാണിത്. അപ്പോൾ അത് ചെറുതായിട്ട് മുറിച്ചത് കംപ്ലീറ്റ് ഇതിൽ നിരത്തി കൊടുക്കുക. അടിയിൽ ആ സോസ് ഉള്ളതുകൊണ്ട് അതിന്മേലങ്ങ് ഒട്ടിയിട്ടാണ് ഇത് നിൽക്കുക. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക 200 ഡിഗ്രിയിൽ 15 മിനിറ്റ്. ഇനിയിപ്പോൾ അടുത്ത ഞാനൊരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിയാ സീഡാണ് എടുക്കുന്നത്. ചിയാ സീഡിന് പകരം നിങ്ങൾക്ക് കസ്കസ് കൊടുക്കട്ടെ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെ നോമ്പിന് ഞാനെപ്പോഴും പറയലില്ല, ഞാൻ അധികം ഉപയോഗിക്കുന്നത് ചിയാ സീഡാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം ചിയാ സീഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 10-15 മിനിറ്റ് നേരം ടൈം എടുക്കും ഇതൊന്ന് സോക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. വെള്ളം ഒഴിച്ചാൽ എപ്പോഴും ഇത് മേൽഭാഗത്ത് ഇങ്ങനെ പൊന്തിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇളക്കി മിക്സ് ആക്കി കൊടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴാണ് ഇത് നന്നായിട്ട് സോക്കായിട്ട് വരിക. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് കുറച്ച് കസ്റ്റർഡ് പൗഡർ റെഡിയാക്കി വെക്കണം. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ഞാൻ എടുക്കുന്നുണ്ട്. ഏത് ഫ്ലേവറിലുള്ളത് കൊടുക്കട്ടോ, പക്ഷേ മാക്സിമം പ്ലെയിൻ ആണ് ഏറ്റവും നല്ലത്.
ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അല്ലെ 1/4 കപ്പ് പാല് മതി. 1/4 കപ്പ് പാൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കട്ടയില്ലാണ്ട് ഒന്ന് ഇളക്കി മിക്സാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അത് രണ്ടും റെഡിയാക്കിയതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കസ്റ്റാർഡ് പൗഡറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതോടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു ചെമ്പ് വെച്ച് കൊടുത്തു. അതിലേക്ക് 1 ലിറ്റർ പാലിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് എത്ര ഗസ്റ്റാണോ ഉള്ളത് അതൊക്കെ നോക്കിയിട്ടാണ് പാലിൻ്റെ അളവ് പറയുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ലിറ്ററാണ് എടുത്തത്. 1 ലിറ്റർ എടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. ഒരു 10 ഗ്ലാസോളം വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ എക്സ്ട്രാ നമ്മൾ ചിയാ സീഡും നമ്മൾ കസ്റ്റർഡും പിന്നെ മിൽക്ക് മെയ്ഡ് ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇനി വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്വാണ്ടിറ്റി കൂടും. ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോഴത്തേക്ക് ഇതൊന്ന് തിളച്ച് മറിഞ്ഞു പോയിട്ടോ. അതാണ് ചെമ്പിൻ്റെ ചുറ്റുഭാഗം കാണുന്നത്. ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ ഒരു 1/2 ടിൻ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് നമ്മൾ പഞ്ചസാര അല്ല ചേർക്കുന്നത്, മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാൻ 1/2 ടിന്നാണ് ചേർത്തത്. അത്യാവശ്യം മധുരം വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നത് തിള വരട്ടെ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് മിൽക്ക് മെയ്ഡും ചേർത്തതിന് ശേഷം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഇത് നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്ക് തന്നെ അടിഭാഗത്തൊന്ന് ഊറി നിൽക്കണ പോലെ ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. തിളപ്പിച്ചെടുക്കണം. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാലും കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ പച്ച ചൊയയൊക്കെ ഒന്ന് മാറി വരിക. പിന്നെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. പിന്നെ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കണ പോലെ ഉറപ്പിച്ചിട്ട് ഒരുപാട് കസ്റ്റാർഡ് പൗഡർ ഇതിൽ ചേർക്കാൻ പോകരുത്. നമുക്കിത് ഡ്രിങ്കാണ്, ഇങ്ങനെ വെള്ളം പോലെ തന്നെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കസ്റ്റാർഡ് പൗഡർ ചേർക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ റെഡിയാണ് കേട്ടോ. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചാണ്ടില്ല. 2-3 മിനിറ്റ് നേരം തിളപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചെയ്യേണ്ട അടുത്ത പണി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇത് നമ്മളെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വെനില എസൻസാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വെനിലക്ക് പകരം ഏലക്കായൻ്റെ പൊടിയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇവിടെ പിന്നെ ഏലക്കായൻ്റെ പൊടീൻ്റെ ടേസ്റ്റ് കുട്ടികൾക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ വെനിലാണ് ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂണോളം വെനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തതാണ് കേട്ടോ. ഇതിനിവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ക്യാരറ്റ്, ഞാനിവിടെ പുഴുങ്ങി വെച്ച ക്യാരറ്റാണ്, നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഒരു വലിയ സൈസുള്ള ക്യാരറ്റാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒന്നാണ് ഇവിടെ വലിയ ടൈപ്പിലാണ് വാങ്ങിക്കാൻ കിട്ടുക. അപ്പോൾ വലിയൊരു സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ സൈസാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. അതിന് നമുക്കൊന്ന് അരച്ചെടുക്കണം. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അരയാൻ വേണ്ടിയിട്ടുള്ള പാല് മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 1/2 കപ്പോളം പാല് ഞാൻ ഒഴിച്ച് കൊടുത്താണ്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ വേണം. ഒരു 2 ടേബിൾ സ്പൂണും കൂടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഇതിന് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആ ചൂടോട് കൂടി ആ ഒരു മിക്സിയിലേക്ക് തന്നെ ഈ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്. നമ്മൾ തീ ഓഫാക്കിയെന്നേ ഉള്ളൂ. നല്ല ചൂട് തന്നെയാണ് ഈ ഒരു മിക്സ് ഉള്ളത്. അതിലേക്ക് നമ്മൾ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഈ ചൂടോടുകൂടി തന്നെ ചേർത്തോന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്യാരറ്റ് അരച്ചതിൻ്റെ ഒരു പച്ച ചൊയ എന്തായാലും ഉണ്ടാവും നമ്മൾ വേവിച്ചണമെങ്കിലും. അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ചൂട് തന്നെ ആ ക്യാരറ്റും ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ തീയൊന്നും കത്തിക്കേണ്ട, ആ ചൂട് തന്നെ മതി. ഇതിന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ആറുന്ന വരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ഫ്രിഡ്ജിൽ 1 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണുക്കുന്ന സമയത്ത് ഒന്നും കൂടെ കട്ടിയാവും കേട്ടോ. ഈ ഒരു കട്ടിയാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂണാണ് ഇതെടുത്തത്, ക്യാരറ്റ് എടുത്തത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഇത് കാണുന്ന സമയത്ത് ഒരു ഓറഞ്ച് കളറിലുള്ള സേമിയ ഇട്ട പോലെ ഉണ്ടാവും. അതുപോലെ നല്ലൊരു ലുക്കുമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഗ്രേറ്ററിൻ്റെ ആ ഒരു ബോർഡില്ല, അതിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. നല്ല നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് കടിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയാ സീഡാണ് ചേർക്കുന്നത്. ചിയാ സീഡിന് പകരം നിങ്ങൾക്ക് സബ്ജാ സീഡ് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു കസ്കസ് വേണമെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ അത് അതിൻ്റെ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ബാക്കി ഫുള്ളായിട്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചിയാ സീഡിന് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് നമ്മൾ നോമ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വെയിറ്റ് ലോസിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ചിയാ സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോമ്പിനൊക്കെ നമ്മളെ ഡ്രിങ്ക്സിൽ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ശരീരത്തിന് തണുപ്പ് വരുന്ന സാധനമാണ്. അപ്പോൾ അത് നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ് അല്ല, എത്രയാണോ നിങ്ങൾക്ക് ഗസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അത്രയും ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ആദ്യം ഉപയോഗിച്ച കയ്യിൽ എന്താ പറയുക, വൻ പരാജയമായിരുന്നു. അപ്പോൾ ഞാനിവിടെ കയ്യിൽ മാറ്റിയിട്ടുണ്ട്. ചില സമയത്തുള്ളൊരു മടിപ്പണിയില്ല, ആ ഒരു മടി കൊണ്ട് മാറ്റാണ്ടെന്നായിരുന്നു.
അപ്പോൾ ഞാൻ വേറെ കയ്യിലെടുത്തിട്ട് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറേശ്ശെ സബ്ജ സീഡ് എന്ന് പറയുന്നത് നമ്മൾ ചിയാ സീഡ് കുറേശ്ശെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ അത് അടിയിലേക്ക് പോകുമൊന്നുമില്ല, കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അതവിടെ നിന്നോളും. ഇനിയിപ്പോൾ അടുത്തത് എല്ലാ ഇതിലും ഒഴിച്ച് കൊടുത്താൽ എന്തെങ്കിലും ടൈപ്പിലുള്ള ഏതെങ്കിലും ഒരു നട്ട്സ് നിങ്ങൾക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിസ്താഷ്യോ ആണ് എടുത്തത്. എന്നിട്ട് ഇതാ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് എല്ലാത്തിലും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരെ മനോധർമ്മം അനുസരിച്ച് ഇഷ്ടമുള്ള പോലെ ഗാർണിഷിങ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് മെലൺ സീഡും കൂടെ പംകിൻ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം പംകിൻ സീഡ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എല്ലാ ഐറ്റംസും ഇവിടെ കഴിഞ്ഞ് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ മെയിൻ കോഴ്സ് ഇതാണ് കേട്ടോ. ഇന്ന് ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും എന്ന് പറയുന്നത് നമ്മളെ സെക്കൻഡ് നോമ്പ് തുറക്കുള്ള സാധനങ്ങളാണ് ഇന്നിപ്പം കാണിച്ച എല്ലാ മൊത്തം സാധനങ്ങളും. അപ്പോൾ ഇതിന് നമ്മൾ ബേക്ക് ചെയ്ത സാധനങ്ങൾ കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞില്ല, അപ്പോൾ ഓരോന്ന് ഞാൻ ബേക്ക് ചെയ്തെടുത്തതാണ്. ഇത് ഫസ്റ്റ് സ്നാക്ക് ഇതാ നമ്മൾ ആ ട്രയാങ്കിൾ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തത്. ഇനിയിപ്പോൾ രണ്ടാമത്തെന്ന് പറയുന്നത് ഒരു അടൻ്റെ ഷേപ്പിൽ നമ്മൾ എടുത്തില്ല, അതും ഇതാ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് സ്നാക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മൾ ഉള്ളിൽ ചീസും അതേപോലെ തന്നെ ചിക്കൻ മോർട്ടഡലയും ബാർബിക്യൂ സോസൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സ്നാക്കാണത്. ഇനിയിപ്പോൾ നാലാമത്തെന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കിയ ലീഫ് കൂടുതലുള്ള ആ ഒരു സാലഡാണ്. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് പിൻവീലാണ് കേട്ടോ. പിൻവീൽസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ചിക്കൻ, അതാണ് ഇന്നത് കാണിച്ചത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഏറ്റവും ഫസ്റ്റ് ഉണ്ടാക്കിയ സ്നാക്ക്, നമ്മൾ വട്ടത്തിലുണ്ടാക്കിയ ഈ ഒരു സ്നാക്കും. ഇത്രയാണ് ഇന്നത്തെ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് മേശമേൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ നോമ്പുതുറൻ്റെ ഇഫ്താർ പാർട്ടിൻ്റെ സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് നോമ്പുറ എന്ന് പറയുന്നത് വെറും വെള്ളവും ഈത്തപ്പഴവും മാത്രമായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള സെക്കൻഡ് നോമ്പുറാണിത്. ഇതന്നെയാണ് മെയിൻ കോഴ്സും അല്ല കേട്ടോ, വേറെ എക്സ്ട്രാ ഫുഡൊന്നുമില്ല. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. മാക്സിമം ഞാൻ ഹെൽത്തി ആക്കിയിട്ടാണ് ഇന്നത്തെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കി കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരുടെ ദുആയിലും നമ്മളെ ഉൾപ്പെടുത്തുക. റമളാൻ മാസമാണ്, എല്ലാവരുടെ ദുആക്കും കുറച്ചൊരു ഉത്തരം കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളെല്ലാ ദുആയിലും നിങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.